ഹലോ. അപ്പോൾ രാവിലെ തന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടോ മക്കളെ. ഇടങ്ങേറുടിച്ചൊരു ദിവസം എന്ന് പറയാം. രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ ഗ്യാസ് കഴിഞ്ഞിരിക്കണ്. അങ്ങനെ വേഗം അടുപ്പത്ത് മൂട്ടി ഉണ്ടാക്കി. പിന്നെ ദേ ഉച്ചക്കൊക്കെയുള്ളത് ചോറ് ഞാൻ വേഗം വെച്ചുട്ടോ അടുപ്പത്ത്. പിന്നെ അതിന് ശേഷം പൂള കപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നാട്ടിൽ ഞങ്ങൾ പൂള ഇറച്ചിയും പൂളി എന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ. അങ്ങനെ ആ കുടുക്കി തന്നെ ഞാൻ ചോറ് ഊറ്റിയതിന് ശേഷം പിന്നെ ഇറച്ചി മസാലയൊക്കെ ഇട്ടുങ്ങാണ്ട് വെച്ചുട്ടോ. ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇട്ടതിന്. ഇറച്ചിയും പൂളിയും കപ്പയും പൂളിയും കപ്പ ബിരിയാണി ഒക്കെ പറയട്ടതിന്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇറച്ചിയും പൂളിയും പറയും. അങ്ങനെ അതൊക്കെ വെട്ടി നുറുക്കി രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാനിത് വെക്കണത്. സെപ്പറേറ്റ് വെക്കണവരുണ്ട്. ഇറച്ചി വേവിച്ചതിന് ശേഷം പിന്നെ പൂള വേറെ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണമല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതേ വേവായിട്ടുണ്ട്. നല്ല അടുപ്പത്ത് കടന്ന് തന്നെ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാൽ നല്ല ടേസ്റ്റില്ല വിറകടുപ്പിലെ ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഓക്കേ ബൈ. ഹലോ. അപ്പോൾ രാവിലെ തന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടോ മക്കളെ. ഇടങ്ങേറുടിച്ചൊരു ദിവസം എന്ന് പറയാം. രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ ഗ്യാസ് കഴിഞ്ഞിരിക്കണ്. അങ്ങനെ വേഗം അടുപ്പത്ത് മൂട്ടി ഉണ്ടാക്കി. പിന്നെ ദേ ഉച്ചക്കൊക്കെയുള്ളത് ചോറ് ഞാൻ വേഗം വെച്ചുട്ടോ അടുപ്പത്ത്. പിന്നെ അതിന് ശേഷം പൂള കപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നാട്ടിൽ ഞങ്ങൾ പൂള ഇറച്ചിയും പൂളി എന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ. അങ്ങനെ ആ കുടുക്കി തന്നെ ഞാൻ ചോറ് ഊറ്റിയതിന് ശേഷം പിന്നെ ഇറച്ചി മസാലയൊക്കെ ഇട്ടുങ്ങാണ്ട് വെച്ചുട്ടോ. ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇട്ടതിന്. ഇറച്ചിയും പൂളിയും കപ്പയും പൂളിയും കപ്പ ബിരിയാണി ഒക്കെ പറയട്ടതിന്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇറച്ചിയും പൂളിയും പറയും. അങ്ങനെ അതൊക്കെ വെട്ടി നുറുക്കി രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാനിത് വെക്കണത്. സെപ്പറേറ്റ് വെക്കണവരുണ്ട്. ഇറച്ചി വേവിച്ചതിന് ശേഷം പിന്നെ പൂള വേറെ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണമല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതേ വേവായിട്ടുണ്ട്. നല്ല അടുപ്പത്ത് കടന്ന് തന്നെ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാൽ നല്ല ടേസ്റ്റില്ല വിറകടുപ്പിലെ ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഓക്കേ ബൈ.